എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പിണ്ടിത്തോരനാണ് ഉണ്ടാക്കുന്നത്. വാഴപ്പിണ്ടിയാണ്, പാളയംകോടൻ വാഴയുടെ പിണ്ടിയാണ്. നല്ല പിണ്ടിയാണ്, അധികം നൂലൊന്നുമില്ല. ഞാൻ ഇങ്ങനെയാണ് വാഴപ്പിണ്ടിയുടെ നൂല് കളയുന്നത്. ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ട് എൻ്റെ വിരലിലിങ്ങനെ ചുറ്റും, ഇങ്ങനെ ചുറ്റി ചുറ്റി ആ വാഴപ്പിണ്ടി മുറിച്ച കഷ്ണങ്ങളൊക്കെ വെള്ളത്തിനകത്തേക്കിടും. അങ്ങനെ വെള്ളത്തിനകത്തേക്ക് ഇട്ടില്ലെങ്കിൽ വാഴപ്പിണ്ടി കറുത്തു പോകും. അധികം നാരില്ലാത്ത പിണ്ടി ആയതുകൊണ്ട് ഇങ്ങനെ ചുറ്റിയാൽ പെട്ടെന്ന് തന്നെ ആ നാരൊക്കെ ഇങ്ങ് വന്നോളും. ഇങ്ങനെയാണ് ഞാൻ ആ നൂലൊക്കെ ഇങ്ങനെ ചുറ്റിയെടുക്കുന്നത്. എൻ്റെ ചെറുപ്രായത്തിൽ ഇങ്ങനെ ചുറ്റിയിട്ട് ഇതിങ്ങനെ മോതിരമാണെന്നും പറഞ്ഞ് ഞങ്ങളിങ്ങനെ കയ്യിലിട്ടുകൊണ്ട് നടക്കുമായിരുന്നു, അമ്മ ഇങ്ങനെ വാഴപ്പിണ്ടി എടുക്കുന്ന സമയത്ത്. ഇങ്ങനെ എല്ലാ കഷ്ണവും നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വട്ടത്തിൽ മുറിച്ചിട്ട് വെള്ളത്തിനകത്തേക്ക് ഇടണം. അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്ന് കഴുകിയിട്ട് ഇത് ചെറുതായിട്ട് കൊത്തി അരിയണം. ഇതിങ്ങനെ ഞാൻ എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ സാധാരണ നമ്മൾ കൊത്തി അരിയുന്നത് പോലെ അങ്ങ് തീരെ പൊടിയാവുകയൊന്നുമില്ല. ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ കിടക്കും. അങ്ങനെ കിടക്കുന്നതാണ് എനിക്ക് കൂടുതലിഷ്ടം. ചിലരൊക്കെ ഇങ്ങനെ തീരെ പൊടിയായിട്ട് കൊത്തി അരിയും. അത്രയും പൊടിയൊന്നും ആകില്ല ഞാൻ കൊത്തി അരിയുമ്പോൾ. എനിക്കിങ്ങനെ ഒന്ന് കടിക്കാൻ കിട്ടുന്നതാണ് കൂടുതലായിട്ട് ഒരു രുചിയായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വൻപയർ ചേർക്കാം, തൊമര അത് ചേർക്കാം, ചെറുപയർ ചേർക്കാം. നമ്മുടെ ഇഷ്ടം എന്താണോ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കേണ്ടത് അത് ചേർക്കാം. എനിക്ക് പക്ഷേ ഈ പിണ്ടി നല്ല പിണ്ടി ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല. കാരണം അതും കൂടെ ചേർക്കുമ്പോൾ ഒത്തിരി ആകും. അത്രയും കൂടെ കഴിക്കാൻ ഇവിടെ ആരും ഇല്ല. അതുകൊണ്ട് ഈ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ വാഴപ്പിണ്ടി മാത്രമാണ് ഇപ്പോൾ തോരൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇതിങ്ങനെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് വെള്ളത്തിനകത്തേക്ക് തന്നെ ഇട്ടേക്കണം. അതല്ലെങ്കിൽ വീണ്ടും ഇത് കറുത്തു പോകും. അങ്ങനെ ഇതെല്ലാം കൊത്തി അരിയണം. ചിലർ വെജിറ്റബിൾ ചോപ്പറിലൊക്കെ ഇടാറുണ്ട്. എനിക്ക് പക്ഷേ അത് അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ കമ്പ് കൊണ്ട് ഇങ്ങനെ ഇളക്കി നൂല് ചുറ്റുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കത് ശരിയായി വന്നിട്ടില്ല. എനിക്കിങ്ങനെ ഞാൻ ചെയ്ത് ശീലിച്ച അതേ രീതിയിൽ തന്നെ ചെയ്യുമ്പോഴാണ് ശരിയായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ശീലം അതനുസരിച്ചിട്ട് ചെയ്യുക. ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെക്കുക. അതിൽ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി അതിനകത്തേക്ക് ചേർക്കുന്നു. ആ മഞ്ഞൾപ്പൊടി ഒന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ച വാഴപ്പിണ്ടികളെല്ലാം ചേർത്തു. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കണ്ട. വെള്ളം ഒഴിക്കാതെ ചെറുതീയിൽ അത് വെന്തോളും. ഇതൊന്ന് ആ മഞ്ഞൾപ്പൊടിക്കകത്തൊന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഉപ്പ് ഒരുപാട് ചേർക്കരുത്. കാരണം വാഴപ്പിണ്ടിക്ക് ഉപ്പ് ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ശകലം കൂടിക്കഴിഞ്ഞാലും അത് വല്ലാത്ത ഒരു ഉപ്പ് കഴിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വാഴപ്പിണ്ടിയിൽ ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തട്ടിപ്പൊത്തി ചെറുതീയിൽ വെച്ചിട്ട് വേകണം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം അതിൽ വെള്ളമയമുണ്ടോ എന്നൊക്കെ നോക്കണം. ചില വാഴപ്പിണ്ടികൾ പെട്ടെന്ന് വേകും, ചിലത് താമസിക്കും. ഭയങ്കര കല്ലൻ വാഴപ്പിണ്ടി ആയിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ നോക്കുക. ഓരോ വാഴപ്പിണ്ടിക്കും ഓരോ വേവായിരിക്കും. ചിലത് പെട്ടെന്ന് വേകും, ചിലത് ഒരു കല്ലൻ ആയിരിക്കും, അത് വേഗില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഇളക്കി ഇട്ട് കൊടുത്ത് വേവിക്കണം. എന്തായാലും വെള്ളം ഒഴിക്കേണ്ടിയൊന്നും വരില്ല, അല്ലാതെ തന്നെ അത് വെന്തോളും. ഇപ്പോൾ ഇത് വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല. ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരപ്പ് ചേർക്കണം. അത് തേങ്ങയും പച്ചമുളകും കൂടെ ചതച്ചതാണ്. വേണമെങ്കിൽ നമുക്ക് ജീരകം ചേർക്കാം. ഞാൻ പക്ഷേ ചേർത്തില്ല. ചുമന്നുള്ളി ചേർക്കാം, വെളുത്തുള്ളി ചേർക്കാം, നമ്മുടെ ഇഷ്ടം. പക്ഷേ ഞാനതൊന്നും ചേർത്തില്ല. തേങ്ങയും പച്ചമുളകും മാത്രമേ ഉള്ളൂ. എന്നിട്ട് വെന്ത വാഴപ്പിണ്ടിയുടെ നടുഭാഗത്ത് ഒരു കുഴിയുണ്ടാക്കിയിട്ട് ആ അരപ്പ് അതിലേക്ക് ചേർത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട്
ഒന്ന് തട്ടിപ്പൊത്തി വെക്കണം. എന്നിട്ട് നന്നായിട്ട് ആവി വരണം. ആവി വരുമ്പോൾ ഈ അരപ്പൊന്ന് വേകും. അങ്ങനെ അതിൻ്റെ ആ ഒരു പച്ച ആ ഒരു ചുവയൊക്കെ ഒന്ന് മാറും. ഒന്ന് അടച്ചു വെച്ച് 1 മിനിറ്റ് മതി. ആവി നന്നായിട്ട് വരും. തീ കുറച്ചാണ് വെച്ചിരുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഈ തേങ്ങയും വാഴപ്പിണ്ടിയും എല്ലാം കൂടെ ചേർത്ത് യോജിപ്പിച്ച് ഇളക്കിയെടുക്കണം. നമ്മൾ ഇതുവരെ ഇതിന് കടുക് വറുത്തിട്ടില്ല. സാധാരണ നമ്മളെല്ലാവരും തോരനൊക്കെ വെക്കുമ്പോൾ ആദ്യം കടുക് വറക്കും. ഞാൻ പക്ഷേ അവസാനമാണ് കടുക് വറക്കുന്നത്. ആദ്യം കടുക് വറക്കുമ്പോൾ നമ്മൾ ഈ പച്ചക്കറി കഷ്ണം കൂടെ അതിനകത്തേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ ജലാംശമെല്ലാം കൊണ്ട് ആ കടുക് വറുത്തതിൻ്റെ മണമൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കും. ഞാൻ അവസാനം കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും അതുപോലെ തന്നെ ഉഴുന്നുപരിപ്പ്, അതല്ലെങ്കിൽ അരി ചേർത്താലും മതി. അതും കൂടെ ഒരു പ്രത്യേകം കടുക് വറുത്തിട്ട് കറിവേപ്പില ചേർക്കാം, പച്ചമുളക് ചേർക്കാം. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ചേർത്തില്ല. എന്നിട്ട് അത് ഈ തോരനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. അപ്പോൾ ആ വെളിച്ചെണ്ണയുടെ ഒക്കെ നല്ല ഒരു മണവും ആ കടുക് വറുത്തതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ്സും ഒക്കെ ആ തോരനിൽ നന്നായിട്ട് നിൽക്കും. ഇപ്പോൾ ഉഴുന്നോ അരിയോ ഒക്കെ ചേർത്ത് നമ്മൾ ആദ്യം കടുക് വറുത്താൽ നമ്മുടെ ഈ പച്ചക്കറിയുടെ ആ ജലാംശമൊക്കെ കൊണ്ട് ഈ അരിയായാലും ഉഴുന്നായാലും ഒന്ന് കുതിരും. അപ്പോൾ ആ ക്രിസ്പിനെസ് നമുക്കൊരിക്കലും കിട്ടില്ല. അതുകൊണ്ട് ഞാനെപ്പോഴും തോരനൊക്കെ വെക്കുമ്പോൾ, തോരൻ മാത്രമല്ല എന്ത് കൂട്ടാൻ വെച്ചാലും അവസാനമാണ് കടുക് വറക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻ്റ് ഇടൂ.